ഇതിനെ കേരള പോലീസ് വളരെ ഗൗരവത്തോടെ എടുക്കുന്നതാണ്. ഇതുപോലത്തുള്ള സംഭവങ്ങളിൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുമല സമ്പത്തിനെ അതിനെ എത്രയും പെട്ടെന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്യുക, അവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ ആരെങ്കിലും ഒരു ഇതിലെ എന്തെങ്കിലും ബ്ലാക്ക് ഷിപ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വളരെ കർശന നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പാക്കും. പോലീസുകാരുടെ ഇൻവോൾവ്മെന്റ് നമ്മൾ സംശയിക്കുന്നുണ്ടോ? മറ്റ് സ്പാ നടത്തിപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ പരിശോധന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ആരെങ്കിലും ബ്ലാക്ക് ഷിപ്സ് ഉണ്ടെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്കെതിരായിട്ടുള്ള കർശന നടപടി ഉണ്ടാവും. ഇതിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ അതിലേക്ക്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഗുണ്ടാ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളതും കർശനമായ നടപടി സ്വീകരിക്കാൻ പോകുന്നത്. ശബരിമല കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതി ഒരു വിജിലൻസ് എൻക്വയറിയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ പ്രൊസീഡിംഗ്സ് എങ്ങനെയായി? അത് ഹൈക്കോടതിൻ്റെ നിർദ്ദേശമുണ്ട്, അത് പ്രകാരം തന്നെ നടക്കാൻ പോകുന്നുണ്ട്. പുതിയ ടീമിനെ ലോഞ്ച് ചെയ്യാൻ എങ്ങനെയാണ് വിജിലൻസ് ടീം? അത് വിജിലൻസ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയ ശേഷം പുറപ്പെടുന്നത്. താങ്ക് യു.